ഇന്റതല്ല പിന്നെ വേറെ ആൾക്ക് കൊടുത്തു ഇയാൾക്ക് തോന്നാം, ഞാൻ കൊടുത്തു എന്റേത് കൊടുത്തു തന്നെ തോന്നുള്ളൂ. എത്ര നമ്മൾ ഇതുപോലെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ മശായിഖന്മാർ നൽകുന്ന ഇൽമ്, ആ ഇൽമിന്റെ ഇസ്തിഹ്ലാൽ, അതിനപ്പുറം അത് നമ്മളെ ഉള്ളിൽ ഹാലാകാത്ത കാലത്തോളം ഇതൊന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. ചെറിയ രണ്ട് വാക്ക് പറഞ്ഞിട്ട് വലിയൊരു അപകടമാണ് അവർ നമുക്ക് മനസ്സിലാക്കി തന്നത്. ഇപ്പോ നമ്മളെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ വരും, ഞാനീ പറഞ്ഞ ആലിമും അല്ല, മുജാഹിദ് ഷഹീദും അല്ല, അത്ര വലിയ ധർമ്മിഷ്ഠനും ഒന്നല്ല. പിന്നെ നമുക്ക് സാധാ സീതാ വരുന്ന വിഷയം എന്താ? ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചില്ല. നമ്മളെ ബോധം എന്താ? ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചു എന്നാണോ അതല്ല നിസ്കരിച്ചിട്ടില്ല എന്നാണോ? എന്താ നമ്മളെ ബോധം? ഞാൻ നിസ്കരിച്ചു തന്നെയല്ലേ അല്ലേ? ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചു തന്നെയല്ലേ? ഇതാണ് ഈ പറഞ്ഞത്. ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചു എന്നുള്ള ഈ ബോധം, ഞാൻ ജിഹാദ് ചെയ്തു, ഞാനൊരു ആലിമാണ് എന്ന് പറഞ്ഞ ആ കാറ്റഗറിക്കാണ് പോകും. നരകത്തിലേക്ക് ഉള്ള സമ്പാദ്യമാണ് പലപ്പോഴും നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നത്. നരകം ഉദ്ഘാടനം ചെയ്യാനുള്ള അമലുകളാണ് എന്താക്കുന്നത്? നമ്മൾ അധികരിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിസ്കരിച്ചു, ഞാൻ ഖുർആൻ ഓതി, ഞാൻ ധർമ്മം ചെയ്തു, ഞാൻ കുറെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ഞാൻ കുറെ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഒരു പോയിന്റ് നഷ്ടപ്പെട്ടത് ഫുള്ള് പോകും. ഇത് ചെറിയൊരു മൈന്യൂട്ടായ ഒരു പോയിന്റാണ്. ഈ പോയിന്റ് തീരുമില്ല എന്നത് എനിക്കറിയില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് സ്ഥായിലൂടെ നമുക്ക് കേൾക്കാൻ തോൽപ്പിക്കുകയാണ്. ഇത് വളരെ ചെറിയൊരു മൈന്യൂട്ടായ ഒരു പോയിന്റ്. അത് പെട്ടെന്ന് തിരിഞ്ഞോളുന്നില്ല. മശായിഖന്മാർ നിരന്തരമായ സഹവാസത്തിലൂടെയാണ് ഇതിന്റെ ഒരു അപകടം തന്നെ നമുക്ക് തിരിയുള്ളൂ. ചിലപ്പോ നമുക്ക് തോന്നും ഇതിന്റെ താറാറൊന്നും ഇല്ല, അതിനൊരു താറാറാണ്. എനിക്കങ്ങനെ ഒരു താറാറൊന്നുമില്ല, ഞാൻ അങ്ങനെ വലിയ പ്രശ്നമുള്ള ആളൊന്നുമല്ല, ഞാൻ അത്ര മോശക്കാരനൊന്നുമല്ല, ഞാൻ 5 നേരം നിസ്കരിച്ച് അല്ലെ, പോരാത്തതിന് തൊപ്പിയും താടിയും ഇസ്തിഗ്ഫാറും സ്വലാത്തും ഒക്കെ ചൊല്ലി ഇങ്ങനത്തെ ഒരാളായിട്ടല്ലേ നമ്മളുള്ളത്. അതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ ഹാലാത്ത് മശായിഖന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ബോധത്തിൽ നമ്മൾ നിൽക്കുന്നില്ലേ? ഞാനൊരു മുഹ്താജാണ്, ഏറ്റവും ചുരുങ്ങിയത് ഞാനൊരു മുഹ്താജാണ് എന്നുള്ളത് പറയുമ്പോൾ ഉണ്ടാക്കേണ്ട സാധനമല്ല, അല്ലെങ്കിൽ അത് പഠിക്കാനോ പഠിപ്പിക്കാനുള്ള ഒരു സാധനമല്ല. ഇത് നമ്മളൊരു യാഥാർത്ഥ്യമാണ്. ഞാനൊരു ആജിസാണ്, ആജിസായി കൊണ്ടായിരിക്കണം ഈ പറയുന്നതും ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ അവസ്ഥ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഈ പറച്ചിലും അപകടമാണ്. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈ കേൾക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്ന പോലല്ലേ അല്ലേ? ഇതല്ലേ നമ്മളെ ഹാലാണ്. ഞാൻ കേൾക്കുകയാണ്, ഇതൊക്കെ വലിയ അപകടമാണ്. ഞാൻ കേൾക്കുകയാണ്, ഞാൻ ഇരിക്കുകയാണ്, ഞാൻ നിസ്കരിക്കുകയാണ്, ഞാൻ ദിക്ർ ചൊല്ലുകയാണ്, ഞാൻ സ്വലാത്തിലാണ്. ഇതൊക്കെ നരകം ഉദ്ഘാടനം ചെയ്യാനുള്ള അമലുകളാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരണം. ഈ ഒരു നഫ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാതെ ഹക്കിലായിട്ട് എങ്ങനെ മാറും? നോക്കിങ്ങൾ റസൂൽ പറഞ്ഞതാണല്ലോ, ഈ ആലിമിനെ കൊണ്ട് നാളെ നരകം ഉദ്ഘാടനം ചെയ്യാൻ. എന്താണ് ഈ ആലിമ് ചെയ്ത തെറ്റ്? അയാളെ ബോധമാണ്, ഞാൻ ആലിമാണ് എന്നുള്ള ഈ ബോധമാണ്. ഞാൻ ജാഹിലാണെന്നാണ് മശായിഖന്മാരെ നമ്മളെ പഠിപ്പിക്കണം. ഇതിങ്ങനെ ശൈഖുനെ പറയുമ്പോ കുറച്ച് കിതാബിൽ പഠിച്ച് നമ്മളെ പോലത്തെ ആളുകൾ മുഖത്തേക്ക് ശൈഖുനെ തർപ്പിച്ച് നോക്കണം. ഞാൻ ജാഹിലാണെന്ന് പറയാൻ പോലെ കൈപ്പുണ്ടോന്ന് നോക്കണം. എന്നാലും കുറച്ച് 10 കിതാബെങ്കിലും ഒരു ആലിമല്ലേ എന്നുള്ള നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടോ? എത്ര നമ്മൾ കിതാബ് ഓതി പഠിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും പിന്നെ ത്വരീഖത്തിന്റെ ഫന്നും അതിലെല്ലാവരും നമ്മൾ കരസ്ഥമാക്കിയാലും ഒരു മിസ്കാൽ ദർറ നമ്മളെ ഹഖീഖത്ത് മാറുന്നില്ല. നമ്മളെ ഹഖീഖത്ത് ഞാൻ ഇപ്പോഴും ജാഹിലാണ്. ഈ ജാഹിലാണ് എന്നുള്ളത് മശായിഖന്മാരെ സഹവാസത്തിലൂടെ നമുക്ക് തുറന്നു കിട്ടേണ്ട സാധനമാണ്. ഞാൻ ജാഹിലാണെന്ന് സങ്കല്പിച്ചത് കൊണ്ട് എന്താവൂല, ആയി കിട്ടൂല. അതുകൊണ്ട് ഈ വിഷയം ശരിയാകണമെങ്കിൽ ശൈഖുന പറഞ്ഞ ഒറ്റ വിഷയം, ഒന്നാമത് വേണ്ടത് അഖീദത്തു ശൈഖ്, രണ്ടാമത് മുഹബ്ബത്തു ശൈഖ്, മൂന്നാമത് സുഹബത്തു ശൈഖ്, നാലാമത് ഈ ഇൽമ്. ഈ 4 സംഗതിയിലൂടെ അല്ലാതെ ഈ മഹാ അപകടത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല. നമ്മൾ മനസ്സിലാക്കും, നമ്മളടുത്ത് കുറെ അമലുണ്ടല്ലോ, നമ്മൾ അഖീദ വളരെയധികം അപകടത്തിലാണ്. വേറെ ത്വരീഖത്തിലുള്ള
ഒരാൾ ഇങ്ങനെ പോയപ്പോ അതിലുള്ള ഒരാൾ പറയണം, നമ്മളെ സുഹൃത്തിനാണ് പറയണത്, ആനന്ദ തൊലീക്കത്തിൽ പോയപ്പോഴേ. അപ്പൊ അവിടെ ഉള്ള അതിൽ കുറെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാൾ പറയണം, അഥവാ ഈ തൊലീക്കത്തിന് പേടിച്ചതാണെങ്കിൽ തന്നെ എനിക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം ഞാൻ ആയ കാലത്ത് ഈ തൊലീക്കത്തിലേക്ക് വരുന്നതിന് മുന്നേ തബ്ലീഗ് ജമാഅത്തിലായിരുന്നു. അന്ന് ഞാൻ ഓതി വെച്ച ലക്ഷക്കണക്കിന് ഫാത്തിഹയും ഒരുപാട് ഇബാദത്തുകളൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താവും, നാളെ രക്ഷപ്പെടും എന്നുള്ള വലിയ സമാധാനത്തിലാണ് നിൽക്കുന്നോടത്ത്. മുപ്പരിക്കുന്നുണ്ട് ഒരു സമാധാനക്കുറവുണ്ട്. കാരണം അവിടെ ശരീരത്തൊന്നുമില്ല, നിസ്കാരമില്ല, ഇബാദത്തൊന്നുമില്ല. അഥവാ ഇത് പയച്ചതാണെങ്കിലും എനിക്ക് രക്ഷപ്പെടാനുണ്ട്. ഞാൻ ചെയ്ത വേറെ കുറെ അമലുകൾ എന്റെ അടുത്തുണ്ട്. ഇത് നേരെ പറയാം, ഒരു തൊലീക്കത്തിലുള്ള ആളാണ്. നോക്കിങ്ങള് ഇത് എത്രമാത്രം അപകടമാണ്. വേറെ തൊലീക്കത്തിലുള്ള പേര് പറഞ്ഞില്ല, പറഞ്ഞെല്ലാരും അറിയാം. അതിൽ പ്രധാനപ്പെട്ട ഉസ്താദ് പറയുന്നു, വളരെ ബഹുമാനിക്കുന്ന ആളാണ്. അറഫാ ദിവസത്തിലുള്ള ഒരുപാട് ദിക്റുകളൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യണം. എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണം? അവസാന അഖീറകളാക്കി. ഇതൊക്കെ എന്തിനാ നമ്മൾ ചെയ്യണേ? ഇതൊക്കെ കൂടെ ചെയ്താൽ നമുക്ക് ഇതുകൊണ്ട് എന്താക്കാം? ഇതുകൊണ്ട് നാളെ നമുക്കാണ്ട് രക്ഷപ്പെടാം. അപ്പൊ അമല് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള അഖീദയാണ് നമുക്ക് പള്ളികളിൽ നിന്നും പള്ളി മെഹ്റാബുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് കിട്ടിക്കൊണ്ടേ. ഓരോ മഹത്വമായ ദിവസങ്ങൾ വരുമ്പോ ആ ദിവസത്തിൽ ചെയ്യാനുള്ള അമലുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് ലാസ്റ്റ് നമ്മളെ കൊണ്ടുപോയി ഒക്കെ എടുക്കുകയാണ്. ഈ അമലൊക്കെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? ഇതുകൊണ്ടൊക്കെ നാളെ നമ്മൾ രക്ഷപ്പെടും. എല്ലാവർക്കും എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അല്ല, ഇതോടൊന്നും രക്ഷപ്പെടുന്നത് പിന്നെ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ